ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പിയെ ഒരു ബീഫിന്റെ ദം ബിരിയാണിയാണ്, ഹൈദരാബാദി ബീഫ് ദം ബിരിയാണി. അപ്പൊ ഈസിയായും ടേസ്റ്റിയുമായ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അത് വലിയ കഷ്ണങ്ങളായിട്ട് കഴുകി എടുത്ത് വെച്ചേക്കുവാണ്. വിനാഗിരി ഉപ്പിലും നല്ലവണ്ണം കഴുകി എടുത്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിനൊരു മാരിനേഷൻ കൊടുക്കണം. 4 കപ്പ് റൈസ് ഉണ്ട്. അപ്പോൾ 1 കിലോ അരിക്ക് ഏകദേശം 1 കിലോ ബീഫ്, അങ്ങനെയാണ് 1:1 റേഷ്യോയിലാണ് ഇന്നത്തെ ബീഫ് ബിരിയാണിയുടെ കുക്കിംഗ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കാണാം. ഈ റൈസ് ഒരു അരമണിക്കൂറോളം നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പം സാധാ തണുത്ത വെള്ളത്തിൽ ഇത് സോക്ക് ചെയ്യാം. നമ്മൾ സവാളയെല്ലാം വറുത്ത് കോരി ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് എണ്ണയെ ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ. കാര്യം ഈ എണ്ണ തന്നെ നമുക്ക് കുറച്ച് മാരിനേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഈ സവോള വറുത്ത എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പം നമുക്ക് ഈ കാഷ്നട്ടും കിസ്മിസും കൂടെ വറുത്ത് പോരാം. ഹൈദരാബാദി ഇന്ന് സ്പെഷ്യൽ ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയേ ഷാജീരകം, അതുപോലെ തന്നെ പെരിഞ്ജീരകം ഓരോ സ്പൂൺ വീതം, അതുപോലെ ഒരു ബ്ലാക്ക് കാഡമം, ഇത് ജാതിക്കായുടെ കുരു അതിൻ്റെ ഹാഫ്, അതുപോലെ 2 ചെറിയ ബേ ലീഫ്, ഒരു 5-6 കാഡമം. അത് ഒത്തിരി വലിപ്പം അല്ലാത്തതുകൊണ്ടാണ് 6 എടുത്തത്. ഒരു 5-6 ഗ്രാമ്പും, തക്കോലം, അതുപോലെ ചെറിയ ഒരു കറുവപ്പട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 സ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇത് പൊടിച്ചെടുക്കണം. നമുക്ക് ഈ ബീഫിന് നല്ലൊരു മാരിനേഷൻ കൊടുത്തിട്ട് 2 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെക്കണം നമ്മൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ടേസ്റ്റ് അനുസരിച്ചാണ്. ഇപ്പം ഞാൻ അതൊരു 1.5 ടീസ്പൂണാണ് ഉപ്പ് ഇട്ട് കൊടുത്തു. അതുപോലെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മൾ ഇത് ഞാൻ ടീസ്പൂണാണ് ഈ കാശ്മീരി ചില്ലിയുടെ പാത്രത്തിൽ കിടക്കുന്നത്. അതുകൊണ്ട് ആണ് ഞാൻ ഇത് ചെറിയ സ്പൂണാണ്. ഇപ്പം നമ്മൾ ടേബിൾ സ്പൂൺ ആയിരുന്നെങ്കിൽ നമ്മളത് 1 ടേബിൾ സ്പൂൺ മതി. അപ്പം ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ടീസ്പൂണാണ്. ആ ടീസ്പൂണിന് 3 ടീസ്പൂൺ വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ആകത്തേ ഉള്ളേ. അപ്പം അത് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നല്ല 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 1 നാരങ്ങയുടെ നീര് അത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളെ ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും എല്ലാം കൂടെ അരച്ച് പേസ്റ്റ് അതിൻ്റെ 3/4 ഇപ്പം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മല്ലിയിലയുടെ കുറച്ച് മല്ലിയില, കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടി വെച്ചേക്കണം, കുറച്ച് പുതിനയില, അതുപോലെ തന്നെ ഇത് കറി ലീഫ് അത് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്ത ഒനിയൻ. ആ ഒനിയൻ കുറച്ച് ഗാർണിഷിങ്ങിന് വെച്ചിട്ട് ബാക്കി ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം തിരുമ്മി പിടിപ്പിക്കണം. വെള്ളം നല്ലവണ്ണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനിയും കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ബസ്മതി റൈസ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 80% നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞ ഉടനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടപ്പെടുത്ത് വെച്ച് അടച്ചു കൊടുക്കാം.
5 വിസിൽ അടിച്ചപ്പം കുക്കർ നല്ലവണ്ണം വെന്തിരിപ്പുണ്ട്. കുറച്ച് വെള്ളം ആ ബീഫിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് അപ്പോൾ അത് നമുക്ക് പറ്റിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു മസാലയും തയ്യാറാക്കണം. ബീഫ് ബിരിയാണി ആയതുകൊണ്ടാണ് ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് പിന്നൊരു മസാല കൂടെ തയ്യാറാക്കേണ്ടത്. അതേസമയം ചിക്കൻ ആയിരുന്നെങ്കിൽ ദം ഇടുന്ന വലിയ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരേ ടൈം തന്നെ ആ മസാലയിൽ കുക്ക് ചെയ്തെടുത്ത് പിന്നെ വെന്ത ചോറ് അതിൻ്റെ മേളിൽ ലെയറായിട്ടിട്ട് ദം ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഇതിപ്പം ബീഫ് ആയതുകൊണ്ട് ഇപ്പം വേറൊരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ 1 സ്പൂണ് റീഫൈൻഡ് ഓയിലും അതുപോലെ തന്നെ 1 സ്പൂണ് നെയ്യും കൂടെ ചേർക്കണം. ചേർത്തിട്ട് 2 മീഡിയം സവോള ആദ്യം വറുത്തത് ചേർത്തല്ലോ, അതുപോലെ തന്നെ 2 സവോള ഇതിനകത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഏകദേശം വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഈ സവോള മൂത്ത് കഴിഞ്ഞാണ് വെന്തിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. നല്ലവണ്ണം വഴന്ന് വന്നപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്നത് കുറച്ച് ആദ്യമേ നമ്മൾ മാരിനേഷൻ ഉപയോഗിച്ചല്ലോ, അതിൻ്റെ ബാക്കി കുറച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇതെല്ലാം കൂടെ ഈ സവോളയുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം ഈ പച്ചമണമൊക്കെ മാറി മൂത്ത് വന്ന ശേഷമാണ് നമ്മൾ വെന്തിരിക്കുന്ന ഇറച്ചി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ചോറ് ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കിനിയും ഇത് ഊറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഷാജീരകം ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു മസാലക്കൂട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിൽ നിന്നും കുറച്ച് ആദ്യമേ എടുത്ത് നമ്മൾ മാരിനേഷൻ ഉപയോഗിച്ചായിരുന്നു. ഇതിന് നല്ല മണമാണ്. ഈ സ്പെഷ്യൽ ഈ ഗരം മസാലയ്ക്ക് നല്ല മണമാണ്. ഇത് ഷാജീരകം ഒക്കെ എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് പൊടിപ്പിച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളി മണമാണിത്. ഈ മണമാണ് നമുക്ക് വേണ്ടിയത്. ഹൈദരാബാദി ദം ചിക്കൻ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയ നല്ല മണം ആണ്. നമ്മൾ കുക്കറിൽ വെന്തിരുന്ന ബീഫ് ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് അതൊന്ന് പറ്റിച്ചെടുക്കണം. പെരണ്ടിരിക്കുന്ന ഗ്രേവിയാണ് നല്ലത് ദമ്മിടുമ്പോഴേ. അപ്പം ചോറും നമ്മൾ വെന്തൂറ്റി വെച്ചിട്ട് നല്ല പരുവത്തിന് വെന്ത് ഇരിപ്പുണ്ട്. 80% ഞാൻ വേവിച്ചുള്ളൂ, ബാക്കി ദമ്മിടുമ്പോൾ വേഗം. നല്ല വലിപ്പമുള്ള ചോറാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ 1-2 എടുത്ത് കഴിച്ചു നോക്കി. നല്ല അരിയാണ് ഇത് ഇന്ത്യ ഗേറ്റിന്റെ സ്റ്റെല്ല റൈസ് ആണ്. ഇത് കുറച്ച് പാലിനകത്ത് മഞ്ഞപ്പൊടിയും കൂടെ തിളപ്പിച്ചെടുത്ത് വെച്ചേക്കുവാണ്. എൻ്റെ അടുത്ത് സാഫ്രോൺ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം. ഞാൻ കുറച്ച് ബിരിയാണിയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് മതി, ഒരു 2 തുള്ളി, അല്ലെങ്കിൽ ഭയങ്കര മണമായിരിക്കും. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ലെയർ ചെയ്യുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ചോറിനൊക്കെ നല്ലൊരു കളർ കിട്ടും. നല്ല പെരണ്ട ഗ്രേവിയോട് കൂടി ബീഫ് നല്ല ടേസ്റ്റിൽ നല്ല റോസ്റ്റായി ഇരിപ്പുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ ഇനിയും ആദ്യം 80% വെന്ത ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്ത് ഇനിയും അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ചോറിടാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോള വറുത്ത് വെച്ചിരിക്കുന്നതും കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിരിക്കുന്നത് അതും ചോറിനൊരു കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇനിയും അണ്ടിപ്പരിപ്പും
റൈസിൻസ് ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം. ഓരോ ലെയറിലും നമ്മൾ കുറേശ്ശെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ദം പൊട്ടിക്കുമ്പോൾ നല്ല അടിപൊളി ഒരു മണവും അതുപോലെ തന്നെ ചോറിനൊക്കെ നല്ല ടേസ്റ്റും വരുന്നത്. അപ്പം ഇനി അടുത്ത ലെയറ് ചോറിട്ട് കൊടുക്കാം. വീണ്ടും ഇതേപോലെ തന്നെ സവോള വറുത്തത്, കുറച്ച് പുതിനയിലയും മല്ലിയിലയും, അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തതും റൈസിൻസും, പിന്നെ നമുക്ക് പാലിൽ കലക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി. ഇതുപോലെ ഓരോ ലെയറും നമുക്ക് തയ്യാറാക്കാം. ഇപ്പം ഈ ലെയറിൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഒരു സ്പെഷ്യൽ ഗരം മസാല ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച്, ഒരുപാട് ചേർക്കരുത്, കുറച്ചൊന്ന് ചോറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആണ് നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല ആവി വരുമ്പോൾ നല്ല ഒരു മണം വരും. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാ ലെയറും ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ദമ്മിന് വേണ്ടി ഇവിടെ നമ്മൾ നല്ലൊരു ഫോയിലിട്ട്, ഒട്ടും ആവി വെളിയിൽ പോകാത്ത വിധം ഒരു ഫോയിലിട്ട് കൊടുക്കാം. എന്നിട്ട് അടപ്പടച്ച് ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും, അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ. ഇത് നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട് അടിയിൽ ദോശക്കല്ല് തവയൊന്നും ചൂടാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊരു 30 മിനിറ്റ് വെച്ച് കൊടുക്കാം. ബിരിയാണി ദമ്മിലിട്ടിട്ട് ഞാൻ പോയി ഷവറൊക്കെ എടുത്ത് വന്നാണ്. നല്ല വിശപ്പുണ്ട്, ഫുഡ് കഴിക്കാൻ പോവാം. സാലഡ് ഒന്നും ഉണ്ടാക്കാനുള്ള ക്ഷമയില്ലായിരുന്നു. അപ്പം ഇന്ന് ഇത് ബീഫ് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സൈമിയെ വിളിക്കുന്നത്. സൈമിക്ക് ഇഷ്ടമുള്ള ബിരിയാണിയാണ് ബീഫ് ബിരിയാണി. പക്ഷെ ആളോട് പറയുന്നില്ല ഞാൻ എന്നെ ഉണ്ടാക്കിയെന്ന്. വിളിക്കാം ഇപ്പം. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പേ ഇത് എന്ത് ബിരിയാണിയാണെന്ന് മനസ്സിലാകുന്ന സൈമിക്ക്. ബീഫ് അല്ലേ? സൈമിക്ക് ഇഷ്ടമുള്ള ബീഫ് ബിരിയാണി. നാളത്തെ സ്പെഷ്യൽ അറിയാം എന്നാന്ന്. 25th വെഡിങ് ആനിവേഴ്സറിയാ. അതിന് ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്. അടിപൊളി ആണോ? നല്ല ഹൈദരാബാദി സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണിയാണ്. അപ്പം സൈമിക്ക് ഇഷ്ടപ്പെട്ടു. ചുമ്മാതെ പറയുന്നതല്ലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഞാനും നോക്കിയായിരുന്നു, നല്ലുണ്ട്. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത്. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ.